ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം സംഘപരിവാറുകാരനല്ലാത്ത അസീമുള്ള ഖാൻ ഉണ്ടാക്കിയതാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസത്തിന് തിരിച്ചടി നൽകി ബി.ജെ.പി. മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കണ്ട എന്ന് സംഘപരിവാർ വെക്കുമോ എന്നറിയില്ലെന്നും മുഖ്യമന്ത്രി കളിയാക്കിയിരുന്നു. ഇതിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് ബി.ജെ.പി. മുതിർന്ന നേതാവായ ജെ.ആർ. പത്മകുമാറാണ് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗം അപക്വമാണെന്ന് ജെ.ആർ. പത്മകുമാർ പറയുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടേത്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുസ്ലിമാണ് ആദ്യം വിളിച്ചത്, അതാണ് സംഘപരിവാർ ഏറ്റുവിളിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു വാദത്തിന് അത് അംഗീകരിച്ചാൽ പോലും എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആര് വിളിച്ചു എന്നതല്ല, എന്താണ് വിളിക്കുന്നത് എന്നാണ് പ്രശ്നം. നിലപാടുകളിൽ മതം ഒരു പ്രശ്നമേ അല്ല എന്നല്ലേ? എന്തേ ആ മുദ്രാവാക്യം മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റുവിളിക്കാതെ ചൈനക്കാരുടെ മുദ്രാവാക്യവും ഏറ്റുവിളിക്കുന്നു? ഇതാണ് പത്മകുമാറിന്റെ മറുചോദ്യം. ഇനിയും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമെന്ന് തന്നെയാണ് പത്മകുമാർ പറയുന്നത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധനായിരുന്ന ആബിദ് ഹസൻ സഫ്രാനിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും മുസ്ലിമിന്റെ സംഭാവനയാണ്. മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്നതുകൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ സംഘപരിവാർ ഒഴിവാക്കുമോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. മുസ്ലിങ്ങളെല്ലാം രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം അറിയേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര പാടിയത് മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് RSSകാർ ഓർക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിനാണ് ആരാണ് വിളിക്കുന്നത് എന്നതിനല്ലെന്നും എന്താണ് വിളിക്കുന്നുവെന്നതാണ് പ്രധാനമെന്നും ബി.ജെ.പി. മറുപടി നൽകുന്നത്. രാജ്യത്തിന്റെ സംസ്കാരവും ചരിത്രവും പ്രകാശപൂർണമാകുന്നതിന് മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയിരുന്നു. മുസ്ലിം നാമധാരികളായവർക്ക് പൗരത്വം നൽകരുതെന്ന് വാദിക്കുന്നവർ ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെയാണ് നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറത്ത് വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പ്രചരണം നടത്തിയെന്നും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു.